ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനം നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത് അന്ന് മുതലുള്ള 7 ഡേയ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പൈൽ സെലക്ഷൻ നടത്താം. ഓക്കെ, താങ്ക് യു. Next 7 days. ഫസ്റ്റ് വന്നിട്ട് ഇവിടെ എർത്ത് വോം ആണ് വന്നിരിക്കുന്നത്. മണ്ണിര, ബ്രീത്ത് ആണ് കീവേഡ് വന്നിട്ട്. ഡു ഐ അക്സെപ്റ്റ് മൈസെൽഫ് വിതൗട്ട് ജഡ്ജ്മെൻറ്റ്, ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട്. സെക്കൻഡ് വന്നിട്ട് ഇവിടെ ബീവർ സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ബിൽഡ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കീവേഡ് വന്നിട്ട്. വാട്ട് ആം ഐ ഇൻറ്റഗ്രേറ്റിംഗ്. അപ്പോൾ ഈ 2 കാർഡ്സ് ആണുള്ളത്. ഇത് പൈൽ 1, ഇത് പൈൽ 2. ഓക്കെ, അപ്പോൾ കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ് നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള. നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് എർത്ത് വോം ആണ്, മണ്ണിര. ഇതിലെ കീവേഡ് വന്നിട്ട് ബ്രീത്ത് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡു ഐ അക്സെപ്റ്റ് മൈസെൽഫ് വിതൗട്ട് ജഡ്ജ്മെൻറ്റ്. ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ ഇമോഷൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങൾ ആവശ്യത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ, അതിനെ നിങ്ങൾ ഹോണർ ചെയ്യുന്നുണ്ടോ, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ഈ ഒരു വീക്ക് ചോദിക്കുന്നത്. കുറച്ച് പേർക്ക് ഇമോഷണൽ ആകുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്തിങ് പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഫാസ്റ്റായിട്ടാണോ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത്? ഒത്തിരി ടെൻഷൻസ് വരുമ്പോൾ നിങ്ങളുടെ എനർജി എങ്ങനെയാണ്? അതെല്ലാം ഈ ഒരു വീക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഓവറായിട്ടുള്ള ജഡ്ജ്മെൻ്റൽ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫിസിക്കൽ സെൽഫിനെ കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ ബോഡിയെ കുറിച്ചിട്ട്, നിങ്ങളുടെ അപ്പിയറൻസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടാകാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, നിങ്ങളെ എഫക്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എനർജീസ്, അവിടെയെല്ലാം നിങ്ങൾ ഓവറായിട്ട് ജഡ്ജ്മെൻ്റൽ എനർജി കൊടുക്കാറുണ്ടോ? അതെല്ലാം ചിന്തിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. അതുപോലെ തന്നെ മണ്ണിര വന്നിട്ട് നമുക്കറിയാം ഗ്രൗണ്ടിലാണ്. ഓക്കെ, ഗ്രൗണ്ടിലാണ് അത് എഴയുന്നത്, മണ്ണിൽ. അതിന് ഡ്രൈ സോയിലാണ് ഇഷ്ടം. ഒത്തിരി വെള്ളം വരാൻ നേരം, പ്രത്യേകിച്ചും റെയിനി സീസണിൽ ഈ മണ്ണിര വന്നിട്ട് നമുക്ക് സർഫസ് ലെവലിൽ കാണാൻ സാധിക്കും, പൊങ്ങി വരുന്നതാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഈസി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള സോയിലാണ്. വെറ്റ് സോയിലിൽ, നനഞ്ഞിരിക്കുന്ന സോയിലിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ഒത്തിരി ഓവർ ഇമോഷണൽ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജി ഗ്രൗണ്ടഡ് അല്ല, ബാലൻസ്ഡ് അല്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൂവ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം? ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങളുടെ ഉള്ളിൽ വരുത്തണം, അതെല്ലാമാണ് മെയിൻ ഒരു എനർജി ആയിട്ട് ഈ ഒരു വീക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഓവറായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് ഒരു മെയിൻ ഫസ്റ്റ് ഗൈഡൻസ് ഈ ഒരു വീക്കിലോട്ടുള്ള, നിങ്ങളെയും മറ്റുള്ളവരെയും. ഓക്കെ, അതുപോലെ തന്നെ സ്കിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സ്കിൻ കെയർ റുട്ടീൻ ഫോക്കസ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. നമുക്ക് നോക്കാം പൈൽ നമ്പർ 1. സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി, ഒത്തിരി കൺഫ്യൂഷൻ. കുറച്ച് പേര് ഇവിടെ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ കൂടെ പോകുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രത്യക്ഷമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ്. മെയിൻ ഒരു തടസ്സം ഇവിടെ ബാലൻസ് ഇല്ലാത്തതാണ്. ഇമോഷണൽ എനർജിയിലിരിക്കുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് ഇമോഷണൽ ആകും.
ചിന്തിക്കുന്ന സമയത്ത് ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിലോട്ട് പോകും. ആ ഒരു ബാലൻസ് അത് നിലനിർത്താനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ ഹാപ്പിനെസ്സിൻ്റെ എനർജി, സന്തോഷത്തിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുമ്പോൾ ഹാപ്പിനെസ് കിട്ടും, സന്തോഷം ലഭിക്കും, ആ ഒരു എനർജി നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് പേര് ഇവിടെ നിങ്ങളുടെ ഷാഡോ വർക്ക് അറ്റ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാകാം. കുറേശ്ശെയായിട്ട് നിങ്ങളുടെ ഷാഡോ സെൽഫിനെ കുറിച്ചിട്ട്, മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരു വീക്കായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഹയറഫൻറ്റിൻ്റെ എനർജിയാണ്. ഇവിടെ ഹയറഫൻറ്റ് വന്നിട്ട് കൂടുതൽ ഹയർ ലേണിംഗ്, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ ചുറ്റുപാട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ ഹയർ ലേണിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ഈ ഒരു വീക്കിൽ വന്നിട്ട് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ബാക്കിൽ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. എഗെയിൻ ഇവിടെ പറഞ്ഞ ഒരു സെയിം എനർജി തന്നെയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സ് ത്രൂ എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻ്റൽ എനർജി, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിചാരിച്ചു വച്ചേക്കുന്ന പല കാര്യങ്ങളും, ഓൾഡ് ബിലീഫ് സിസ്റ്റം, പഴയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, കുറച്ച് പേർക്ക് അത് റിലീസ് ചെയ്യാനായിട്ടുള്ളൊരു എനർജി കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകുക, കുറച്ചൊരു ജെൻറ്റിൽ എനർജി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. കൂടുതലായിട്ട് നോക്കുക. താങ്ക് യു. Five of Swords, Four of Wands, Knight of Wands. ഇവിടെ നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ എനർജി കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂ ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ പ്രസൻ്റ്ലി നിങ്ങളെന്താണ് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് മണി, ഫിനാൻസ് ആയിട്ട് എന്തെല്ലാം നെഗറ്റീവ് തോട്ട് പ്രോസസ്സിലാണ് ഇരിക്കുന്നത്, അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു വീക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ്, ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുൾ ആകുക. ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ എനർജി കൊടുക്കുക, ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് മണി വന്നിട്ട് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ഓക്കെ, ഇവിടെ ഫോർ ഓഫ് വാണ്ട്സിൽ വന്നിട്ട് നിങ്ങളുടെ കരിയറിൻ്റെ എനർജി ബാലൻസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ഹാർഡ് വർക്ക്, അതിൻ്റെ റിസൾട്ട്, അതെല്ലാം ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു ജോലി, കരിയറിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട്, ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ ഓഫർ ആയിരിക്കാം, മണി ഫിനാൻസിൽ വർധനവായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ബാക്കിൽ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ ഓഫർ വരുന്നുണ്ടാകാം. ഓക്കെ, അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കാം. താങ്ക് യു. കുറച്ച് പേര് ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ കറക്റ്റ് ആണോ, ഞാൻ കറക്റ്റ് ഡിസിഷനാണോ എടുത്തത്, ആ ഒരു എഗെയിൻ ആ ഒരു ബാലൻസിൻ്റെ കുറവ് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലവ് റിലേഷൻഷിപ്പിൽ. ഓക്കെ, താങ്ക് യു. ഹോൾഡിംഗ് ബാക്ക്, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടാകാം ഉള്ളിൽ വന്നിട്ട്. അതായത് ഞാൻ കൃത്യമായ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല, പല കാര്യങ്ങളും മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചു. ആ ഒരു എനർജി കുറച്ച് പേരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം.
കുറച്ച് പേർക്ക് അതിലൊരു ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം. ഡിസഗ്രിമെൻറ്റ്സ്, ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. ഇവിടെ ഡിസഗ്രിമെൻറ്റ്സിൻ്റെ എനർജിയാണ്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു എനർജി കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് രണ്ടുപേരുടെയും വശത്ത് നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ബാക്കിൽ ഫോർഗീവ്നെസ് ആണ്. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യാനുണ്ട്, ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. ആ ഒരു ഷാഡോ സെൽഫിൽ ഹീലിംഗ് കൊണ്ടുവരാനായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. കാരണം അത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പേരോട് പരസ്പരം മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് ന്യൂ എനർജീസാണ് കടന്നു വരുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് ഈ ഒരു ജൂലൈ 5 വന്നിട്ട് ന്യൂ മൂണിൻ്റെ എനർജിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റൻഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യണം. പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ടൈം പീരീഡാണ്. 5th മുന്നേയും അതിന് ശേഷവും ആ ഒരു എനർജി അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നത്, കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണോ വേണ്ടത്, എന്ത് വിത്താണോ വിതയ്ക്കേണ്ടത്, അതിൽ ക്ലാരിറ്റി കൊണ്ടുവരിക, വ്യക്തത കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ എന്ത് എനർജീസാണ് ഈ ഒരു സമയത്ത് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നത് നോക്കാം. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ന്യൂ മൂൺ ഇൻ ഏരീസ് ആണ്. പാസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട്, പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് മടിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആകുന്നതാണ്. കറക്റ്റ് സമയത്ത് ആക്ഷൻസ് എടുക്കാനായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇത് ലീഡർഷിപ്പിൻ്റെ എനർജിയുമാണ്. പാസ്റ്റിൽ പല കാര്യങ്ങളിലും പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ട് വരാനായിട്ട്, ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു എനർജിയും ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് ഇത് ഇൻഡിവിജ്വാലിറ്റിയാണ്. നിങ്ങളുടെ ആ ഒരു യുണീക്നെസ് മനസ്സിലാക്കുന്ന ഒരു ടൈം പീരീഡും കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എനർജീസ് അവൈലബിൾ ആണ്. കറക്റ്റായിട്ട് നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, ഈ ഒരു വീക്കിൽ വന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 1 വന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വന്നിട്ട് ഫാമിലി മാറ്റേഴ്സ്. കുടുംബം, കുട്ടികൾ, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ കടുംപിടുത്തം, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സോറോ ഓവർ എ ലോസ്. ഇത് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയ എനർജി. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഫിസിക്കൽ റിയാലിറ്റിയിലായിരിക്കാം. അതായത് ഫിസിക്കലി ആരെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഐ എം സോറി, നിങ്ങൾക്ക് ഹീലിംഗ് എനർജി സെൻഡ് ചെയ്യാണ്. അതല്ല, ഇത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്രേക്ക് അല്ലെങ്കിൽ സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ ആ ഒരു എനർജി കുറച്ചും കൂടെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെ വിസിറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സിങ് നൽകുന്നതാണ്. ഓക്കെ, അവരൊത്തിരി നാളായിട്ട് നിങ്ങൾ എന്താ പറയുക, പോയി കണ്ടിട്ടില്ല. അവരുടെ ആ ഒരു കല്ലറ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യേണ്ട ഒരു ടൈമാണ് ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വേറെ എന്തെങ്കിലും ലോസ് ആയിരിക്കാം, മണി, ഫിനാൻസ്, വേറെ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. എഗെയിൻ ആ ഒരു ഫാമിലിയുടെ എനർജിയാണ്. ഫാമിലിക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓവർ ഇമോഷണൽ ആയിട്ടുള്ള എനർജിയിൽ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു എനർജി സ്പോയിൽ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇവിടെ ഡീപ്പ് പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് പീസ് ദാറ്റ് അഷ്യൂർ സക്സസ്. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് സക്സസ്, അതുപോലെ തന്നെ സമാധാനം, അതൊക്കെ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ഇന്നർ സ്ട്രെങ്ത് ആവശ്യമായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബോൾഡായിട്ടിരിക്കാനായിട്ട്, കോൺഫിഡൻറ്റോടു കൂടി
കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ലോ ചെയ്യാതിരിക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റി, നിങ്ങളുടെ ആ ഒരു വാല്യൂ കാത്തു സൂക്ഷിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. നെക്സ്റ്റ് ഈ ഒരു വീക്കിലെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ഫയൽ നമ്പർ 1ൻ്റെ ബ്ലെസ്സിങ്സ് എന്താണ് ഈ ഒരു വീക്കിലോട്ട്? താങ്ക് യു. അനൗൺസ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ് ഈ ഒരു വീക്ക് റിസീവ് ആകുന്നുണ്ടാകാം. ന്യൂസ്, ഗുഡ് ന്യൂസ്. വെയിറ്റിംഗ് ഫോർ ന്യൂസ്, പാക്കേജ്, ലെറ്റർ, എന്തെങ്കിലുമൊക്കെ പാക്കേജ്, ലെറ്റർ, ന്യൂസ് എഗെയിൻ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. താങ്ക് യു. പീരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബൻഡൻസ്, ഒത്തിരി അബൻഡൻസ്, പ്രോസ്പെറിറ്റിയുടെ എനർജി, പ്രത്യേകിച്ചും ഫുഡായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് പാചകം പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നിങ്ങൾക്ക് റെഡി ആകുന്നതാണ്. ഓക്കെ, കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. കാരേജ്, ജേർണി ഐദർ ഫിസിക്കൽ ഓർ മെൻ്റൽ, ഇവിടെ യാത്ര കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് ആയിരിക്കാം. ഹാറ്റ്, യു വിൽ ബി പ്ലേയിങ് എ ഡിഫറെൻറ്റ് റോൾ, ഈ ഒരു വീക്കിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് കരിയറിലായിരിക്കാം, ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം. എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. ബാക്കിൽ വന്നിട്ട് ചെയർ എംപ്റ്റി, സംവൺ ഈസ് ലീവിങ് യുവർ ലൈഫ്. നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എനർജീസ് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. നിങ്ങളെപ്പോഴും മനസ്സിൽ വിശ്വസിക്കുക, എനിക്കുള്ളതാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ എനിക്കുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലോട്ട് വരുന്നതാണ്. ആ ഒരു എനർജി ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അതിലിരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ് നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത് അന്ന് മുതലുള്ള 7 ഡേയ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് ബീവർ സ്പിരിറ്റ് ആണ്. കീവേഡ് വന്നിട്ട് ബിൽഡാണ്. ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ആം ഐ ഇൻ്റഗ്രേറ്റിംഗ്. ഈ ഒരു വീക്കിൽ വന്നിട്ട് ഒത്തിരി ഫോക്കസ്, ഒത്തിരി എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചിങ് പീരീഡ് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഊർജം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇതിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് സോളാർ പ്ലെക്സസ് ചക്രയുടെ എനർജി, അതുപോലെ തന്നെ 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അപ്പോൾ ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തി ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് പേരോട് ഈ ഒരു വീക്കിൽ തിങ്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. പൈൽ നമ്പർ 2. താങ്ക് യു. താങ്ക് യു. ഫസ്റ്റ് തന്നെ ഫുൾ കാർഡാണ് വന്നേക്കുന്നത്. നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാകാം. പുതിയൊരു ജേർണിയുടെ സ്റ്റാർട്ടിംഗ് പീരീഡിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ തടസ്സമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫിയറാണ്, പേടിയാണ്.
കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു പേടിയായിരിക്കാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൽ മെൻഡിങ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പേടി അല്ലെങ്കിൽ എനർജിയുടെ കുറവ് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുമോ, എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുമോ, ആ ഒരു കൺഫ്യൂഷനും കുറച്ച് പേർക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാകാം. നൈറ്റ് ഓഫ് വാൻഡ്സ് ഇവിടെ വന്നിട്ട് പറയാണ്, നിങ്ങൾ പേടിച്ച് നിൽക്കാതിരിക്കുക, മാറി നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ന്യൂ എനർജീസ് അവൈലബിൾ ആണ്, ഒത്തിരി പുതിയ അവസരങ്ങൾ വരുന്നതാണ്. അപ്പോൾ പാസ്റ്റിലെ എനർജീസ് ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ ലൈറ്റ് എനർജി ആയിട്ട്, ആ ഒരു പാസ്റ്റ് എല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആക്ഷൻസ് എടുക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചിന്തിച്ചിട്ട് ആക്ഷൻസ് എടുക്കുക, പ്രവർത്തിക്കുക, മടിച്ച് നിൽക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് പേരോട് നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. 8 ഓഫ് സോഡ്സിൻ്റെ എനർജി നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു വീക്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, പ്രോഗ്രസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഞാൻ സ്റ്റക്കാണ്, എൻ്റെ ലൈഫിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എഗെയിൻ ആ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡഡ് ആകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, തുറന്ന മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ആ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അത് നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു ബീവർ സ്പിരിറ്റ് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, അതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി, യൂണിവേഴ്സിനോട് കുറച്ചും കൂടെ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ടും പറയുന്നുണ്ട്. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പുതിയ എനർജീസ് കടന്നു വരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബാക്കിൽ വന്നിട്ട് 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്കിൽ ഒത്തിരി സ്റ്റേബിളായിട്ടുള്ള എനർജി, ഫാമിലി, കുടുംബം അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അവരൊക്കെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പാർട്ടി, എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, ആ ഒരു എനർജി, ഒത്തിരി അബണ്ടൻസും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു പുതിയൊരു അവസരം വന്നിട്ട് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, പുതിയ നിങ്ങളുടെ ആ ഒരു പവർ തെളിയിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ സത്യം ഇതാണ്, ഇങ്ങനെയാണ്, അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, ഈ ഒരു ബീവർ സ്പിരിറ്റ് വന്നിട്ട് ഇതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കാണും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആനിമലാണിത്. ഇതിൻ്റെ ഹോം എക്കോസിസ്റ്റം എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിപൂർവമാണ്. ബീവർ സ്പിരിറ്റ് വന്നിട്ട് നേച്ചേഴ്സ് എൻജിനീയർ എന്നാണ് പറയുന്നത്. അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു ആനിമലാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഉള്ളിൽ കേപ്പബിലിറ്റി ഉണ്ട്, കഴിവുകളുണ്ട്. അത് കറക്റ്റായിട്ട് കറക്റ്റ് പ്ലേസിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫയൽ നമ്പർ 2. താങ്ക് യു. Five of Wands, 7 of Cups, 9 of Wands, King of Wands. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കരിയർ, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി സ്ട്രോങ് എനർജീസ് ഈ ഒരു വീക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, കറേജസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീക്കിൽ വരുന്നതാണ്. ഓക്കെ, ഒൺലി തിങ് നിങ്ങൾ ഈ ഒരു വീക്കിൽ കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടാകാം, ചിലപ്പോൾ ഒത്തിരി ഓപ്ഷൻസ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം, ഒത്തിരി ബിസി പീരീഡ് ആയിരിക്കാം. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻറ്റേർണൽ
ടെൻഷൻസ് നടക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് കോമ്പറ്റീഷൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, ഈ ഒരു 9 ഓഫ് വാൻഡ്സും വന്നിട്ട് പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം ഫിനാൻഷ്യലി, അല്ലെങ്കിൽ കരിയർ വൈസും ഒത്തിരി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു എനർജി ഈ ഒരു വീക്കിൽ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് കുറച്ച് പേരോട് ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ കരിയറായിട്ടും റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ഇന്നർ വർക്ക് ചെയ്തേക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ഏറ്റവും യുണീക്കായിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങൾക്ക് മാത്രം ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം എന്താണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അതും നിങ്ങളെ ഈ ഒരു വീക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് നോക്കാം. പൈൽ നമ്പർ 2. അതുപോലെ തന്നെ കുറച്ച് പേര് ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കരിയർ ഓപ്ഷൻസ് ചൂസ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. നെഗ്ലക്റ്റഡ്, ഐ ഫെയിൽ ടു ഗീവ് യു വാട്ട് യു നീഡ്. തേർഡ് പാർട്ടി, there were other things that got in the way of us being together. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഫാമിലി ആയിരിക്കാം, ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു വിള്ളൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ബാക്കിൽ ഡാമേജ്, വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. അതുകൊണ്ടിട്ട് കുറച്ച് പേര് രണ്ടുപേരും ഈക്വലി ഇവിടെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട്, ഒത്തിരി എന്താ പറയുക, പെയിൻഫുൾ ആയിട്ടുള്ള എനർജിയിൽ കുറച്ച് പേര് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു എനർജിയിൽ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലവ് റിലേഷൻഷിപ്പിൽ, ഓക്കെ, അതിന് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇവിടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്, ഞാൻ ആ ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ടുള്ള ടൈം കൊടുത്തില്ല, സ്പേസ് കൊടുത്തില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പറയാനായിട്ട് ശ്രമിച്ച കാര്യങ്ങൾ ഞാൻ അധികം എന്താ പറയുക അതിന് വാല്യൂ കൊടുത്തില്ല. ഓക്കെ, ആ കാര്യങ്ങളിൽ കുറച്ചൊരു ക്ലാരിറ്റി, കുറച്ചൊരു വ്യക്തത കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ച് പേര് നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട് എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് മെഷേഴ്സ് എടുക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട്, ആ ഒരു ഒബ്സ്റ്റക്കിൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഇത് അഗെയിൻ നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് വന്നിട്ട് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ട്രോമ, പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഒരു സോറി ലഭിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ലോഷർ ലഭിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു എനർജിയിലുള്ളവർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഈ പറഞ്ഞ എനർജിയിലിരിക്കുന്നവർ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്ത് ന്യൂ എനർജീസാണ് കടന്നു വരുന്നത്. കാരണം ജൂലൈ 5 വന്നിട്ട് ന്യൂ മൂണിൻ്റെ എനർജിയാണ്. അപ്പോൾ പുതിയ പുതിയ ഇൻറ്റൻഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂ എനർജീസിനെ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ന്യൂ മൂണിൻ്റെ മുന്നേ, ന്യൂ മൂൺ കഴിഞ്ഞിട്ടുള്ള 2 ഡേയ്സും നിങ്ങൾക്ക് ആ ഒരു എനർജി അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എന്തെല്ലാം ന്യൂ എനർജീസിനെ വെൽക്കം ചെയ്യാനായിട്ടാണ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത്. താങ്ക് യു. പൈൽ നമ്പർ 2. ഇവിടെ വന്നിട്ട് ന്യൂ മൂൺ ഇൻ വെർഗോ ആണ്. എ ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക്, വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ന്യൂ മൂൺ ഇൻ സ്കോർപ്പിയോ. ഈ ഒരു സമയം വന്നിട്ട് കൊടുക്കാനുള്ള ഒരു ടൈമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ഓക്കെ, എനിക്കെന്ത് ലഭിക്കുന്നു, എനിക്കെന്ത് കിട്ടുന്നു, അതിന് പകരമായിട്ട് എനിക്കെന്ത് കൊടുക്കാനായിട്ട് സാധിക്കും, എനിക്ക് എന്നിൽ നിന്നിട്ട് എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കുറച്ച് പേർക്ക് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്കെന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു ന്യൂ എനർജിയിലോട്ട് കടക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. പാസ്റ്റിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫിയേഴ്സ്, എന്തെങ്കിലും പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു 5 ഓഫ് കപ്സിൻ്റെ എനർജി അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. പേടിച്ച് മാറി നിന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് ഇത് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ പറയണം എന്നുണ്ടാകാം. ഓക്കെ, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, അതും കുറച്ച് പേർക്ക് ഇവിടെ ഹീലായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പായൽ നമ്പർ 2 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. താങ്ക് യു. ആപ്പിൾ, ടെംപ്റ്റേഷൻ വിൽ ടെസ്റ്റ് യു. എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് ഹാബിറ്റ്സിലോട്ട് തിരിച്ചു പോകാനായിട്ടുള്ള ടെംപ്റ്റേഷൻ കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ടാകാം, പെട്ടെന്ന് പ്രലോഭിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ കോബ് വെബാണ്. പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ. സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള തോട്ട് പ്രോസസ്സാണ്. അവിടെയും ഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ലൈറ്റ്നിങ്, കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. നിങ്ങളുടെ ആങ്കർ ഇഷ്യൂസ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. കുറച്ച് പേരോട് വെതർ, ഓക്കെ, അതും കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇടിമിന്നലിൻ്റെ എനർജി, ഒത്തിരി റെയിൻ, ഓക്കെ, അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കാലാവസ്ഥയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഹാമോക്ക്, ടേക്കിംഗ് എ വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഒത്തിരി വർക്കഹോളിക് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി ബിസി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട്, ചെറിയ ചെറിയ വെക്കേഷൻ പോകാനായിട്ട് ഓക്കെ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഫിസിക്കലി പോകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മെൻ്റൽ ക്ലാരിറ്റി കൊണ്ടുവരാനൊക്കെ ആയിട്ട് മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളെ ഈ ഒരു വീക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺസിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഉറങ്ങാനായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ, എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കളിയാക്കുക, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക, ആ ഒരു എനർജി വരുന്നുണ്ടെങ്കിൽ എഗെയിൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ഓക്കെ, ആരെയും ഇമോഷണലി ഹേർട്ട് ചെയ്യാതിരിക്കാനായിട്ട് കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്ക് വന്നിട്ട്. താങ്ക് യു. പായൽ നമ്പർ, ഒത്തിരി കാർഡ്സ് ചാടിക്കൊണ്ടിരിക്കുകയാണ്. പായൽ നമ്പർ 2യുടെ ഇവിടെ ഫസ്റ്റ് വന്നിട്ട് വെക്കേഷനാണ്. കുറച്ച് പേർക്ക് വെക്കേഷൻ്റെ ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ചെയർ എംപ്റ്റി, സംവൺ ഈസ് ലീവിങ് യുവർ ലൈഫ്. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ മനസ്സിലൊരു എംപ്റ്റി ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് എനിക്ക് ആരുമില്ല, സപ്പോർട്ടില്ല, എന്നെ ആരും കെയർ ചെയ്യുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യുന്നു, ഓക്കെ, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഹീലായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ആ ഒരു സെയിം എനർജി തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ കൂടെ ആൾക്കാർ നിൽക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുന്ന എനർജിയും ആകാം. ഓക്കെ, ഇവിടെ അഗെയിൻ ജേർണിയുടെ എനർജിയാണ്. ഹോഴ്സ് വന്നിട്ട് ഷോർട്ട് ജേർണി, ചെറിയ യാത്രകൾ, ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പായൽ നമ്പർ 2, വേറെ എന്ത് ബ്ലെസ്സിങ്സ് ആണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ളത്? ഓക്കെ, ഇവിടെ ഒരെണ്ണം തിരിഞ്ഞു. ബാസ്ക്കറ്റ്, റെക്കഗ്നിഷൻ, റിവാർഡ് ഓർ മെറിറ്റ്. ഞാനിവിടെ ഈ ഒരു കിങ് ഓഫ് വോൺസിൽ പറഞ്ഞ പോലെ തന്നെ
നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി അവസരങ്ങൾ വരുന്നതാണ്, നിങ്ങൾക്ക് റെക്കഗ്നിഷൻ ലഭിക്കുന്നതാണ്, എന്തെങ്കിലുമൊക്കെ റിവാർഡ്, എന്തെങ്കിലുമൊക്കെ നല്ല അഭിപ്രായങ്ങൾ ലഭിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് അബണ്ടൻസിൻ്റെ എനർജിയാണ്, നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, വേറെ എന്ത് ബ്ലെസ്സിങ് ആണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ളത്? താങ്ക് യു. കുറേ വന്നു. ഇവിടെ വന്നിട്ട് യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ എന്തെങ്കിലുമൊക്കെ ക്രിറ്റിസിസം ലഭിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു മെൻ്റൽ പവർ ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് പാസ്റ്റിൽ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തവർ, നിങ്ങളെ എതിർത്തവർ, ഓക്കെ, അവരിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കമൻസ് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് റിസീവ് ആകുന്നുണ്ടാകാം. ഇവിടെ ആർച്ച് വേ, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് ആൻഡ് പാത്സ് ഓപ്പണിങ് അപ്പ്. ഈ ഒരു ഫൂളിൻ്റെ എനർജിയാണ്. ഒത്തിരി ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. ഗോൾഡ് ഫിഷ്, ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ഓർ സ്പിരിച്വൽ ഗ്രോത്ത്. ഈ ഒരു വീക്ക് വന്നിട്ട് അബണ്ടൻസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്, ഒത്തിരി മെറ്റീരിയൽ അബണ്ടൻസ് കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒത്തിരി സ്പിരിച്വൽ ഗ്രോത്തും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ഗുഡ് ന്യൂസ് ആണ്, എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസ് കുറച്ച് പേർക്ക് റിസീവ് ആകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.